2 വർഷം മുമ്പ് ഇതായിരുന്നു വയനാട്ടിലെ കാടുകളുടെ അവസ്ഥ. എങ്ങും ചാരക്കൂമ്പാരങ്ങൾ മാത്രം. ഹെക്ടർ കണക്കിന് നശിച്ച കാടുകളിൽ ജീവൻ വെടിഞ്ഞത് നിരവധി വന്യമൃഗങ്ങളും ജീവജാലങ്ങളും. അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെങ്കിലും വനവകുപ്പ് ഇപ്പോൾ കാടിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ്. കാട്ടുതീയിൽ നശിച്ച പ്രദേശങ്ങളിലെല്ലാം മുളകളും നീർമരുതും മറ്റും നട്ടുകൊണ്ട് ഒരു ജൈവിക ആവാസ വ്യവസ്ഥയെ പുനർനിർമ്മിക്കാനുള്ള തീവ്ര ശ്രമം. കഴിഞ്ഞ 2014 തീ കത്തിയ ഭാഗങ്ങളിൽ അടക്കം 15,000-ഓളം മുളം തൈകളും ശ്രീ പൊന്നാമ്പേട്ട ഫോറസ്ട്രി കോളേജിൽ നിന്ന് കൊണ്ടുവന്ന നീർമരുത് മറ്റുള്ള ഇനത്തിൽപ്പെട്ട ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ച തൈകളും നട്ടു വളർത്താനാണ് തീരുമാനം. ഏകദിന പഠന ക്യാമ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഉച്ചവരെ ഈ നടീൽ പ്രവർത്തനങ്ങൾ ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം പരിസ്ഥിതി പഠന ഒരു ക്ലാസ്സാണ്. അതിനുശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും. വന്യജീവി സങ്കേതത്തിന് കീഴിലെ മുത്തങ്ങ, തോൽപ്പെട്ടി, കുറിച്ചാട്, ബത്തേരി റേഞ്ചുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 40,000 തൈകളാണ് നടുന്നത്. ഇതിൽ 20,000 മുളത്തൈകളാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വലിയ ആവേശത്തിലാണ് വിദ്യാർത്ഥികളും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം കാട്ടുതീ വന്നിട്ട് ഇവിടെ വെറും വെണ്ണീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മരങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളെ പഴയ ഒരു വയനാട്ടിൽ തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്ന സന്തോഷമുണ്ട്. തുടർ പ്രവർത്തനങ്ങൾക്കായി ഓരോ റേഞ്ച് ഓഫീസുകളിലും മുളത്തൈകളുടെ നഴ്സറികളും ആരംഭിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് കാട്ടുതീയെടുത്ത വനമേഖലയാണ് ഇവിടം. ഇവിടെ ഇപ്പോൾ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ തളിരിടുകയാണ്. ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.